ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ആർട്ടും ക്രാഫ്റ്റും ഒന്നുമല്ല. ഇന്ന് എൻ്റെ മുടി കളർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴാണ് ഞാൻ ലാസ്റ്റ് കളർ ചെയ്തത്. എല്ലാ വർഷവും ഞാൻ ആ ഒരു ടൈമിലാണ്. ഇതിപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. മൊത്തമായിട്ട് ഇപ്പോൾ ബ്ലാക്കായി വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ അടിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ മുടി ഇതുവരെ ഞാൻ പാർലറിലൊന്നും പോയിട്ട് കളർ ചെയ്തിട്ടില്ല. എൻ്റെ ബ്യൂട്ടീഷ്യൻ ഞാൻ തന്നെയാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാവരും ഇത് ചെയ്യാൻ നിൽക്കണമെന്നില്ല. പലരുടെയും ഹെയർ പല പോലെയാണ്. അപ്പം വീട്ടിൽ നിന്ന് ചെയ്താൽ ചിലപ്പം മുടിക്ക് ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല. അത് ഞാൻ ആദ്യം പറഞ്ഞേക്കാം. പിന്നെ ഇന്ന് വരെ മുടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റും മുടിയിൽ ചെയ്യാറില്ല. ഇന്നേ വരെ ഒരു സ്പാ പോലും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ മുടി ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്, ടച്ച് വുഡ്. അപ്പം ഇനി നിങ്ങൾക്ക് പാർലറിൽ പോയിട്ട് കാശ് കളയണ്ടെന്നുള്ളവർക്കും വീട്ടിൽ ചെയ്തിട്ട് കുഴപ്പമില്ലാതെന്നുള്ളവർക്കും എൻ്റെ ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില എൻ്റെ ഫ്രണ്ട്സ് ആയാലും ചിലരായാലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എങ്ങനെയാണ് കളർ ചെയ്യല്, നീ പാർലറിൽ പോയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കളർ ചെയ്യുന്ന ഒരു ഫുൾ വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് ഗ്ലൗസ് ആണ്. ഗ്ലൗസ് ഇടാണ്ട് ഒരിക്കലും നിങ്ങൾ കളർ ചെയ്യുന്ന പരിപാടിക്ക് പോകരുത്. പിന്നെ വേണ്ടത് ഒരു ബൗളാണ്, ഗ്ലാസ് ബൗളോ ഓർ പ്ലാസ്റ്റിക് ബൗൾ, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. സ്റ്റീലൊന്നും എടുക്കരുത്. പിന്നെ വേണ്ടത് ചെറിയൊരു പാത്രമാണ്. അതുപോലെയുള്ള ചെറിയ ഏതെങ്കിലും ഇതൊരു ബോട്ടിൽ ഞാൻ കട്ട് ചെയ്തെടുത്താണ്. അത് നമ്മുടെ ഈ സംഭവം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്ലോണ്ടർ പൗഡറും പിന്നെ കളറിനിടും ഒക്കെ. പിന്നെ ഇതാണ് ഇതിൻ്റെ പേരാണ് കളറൻറ്റ്. 7.3 ഗോൾഡൻ ബ്ലോണ്ടാണ്. ഇതാണ് ഈ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഇതാണ് നമ്മുടെ ഡെവലപ്പർ. പിന്നെ വരുന്നത് ഇതാണ് സ്ട്രീക്സിൻ്റെ തന്നെ ബ്ലോണ്ടർ പൗഡർ. ഇത് നമ്മൾ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം വന്നിട്ട് സ്ട്രീക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഞാൻ സ്ട്രീക്സ് തന്നെയാണ് സാധാരണ യൂസ് ചെയ്യാറ്. ഞാനിനി ഓരോന്നിൻ്റെ റേറ്റ് പറഞ്ഞുതരാം. ഈ ഡെവലപ്പറിന് വരുന്നത് 120 റുപ്പീസാണ്. പിന്നെ കളറൻറ്റിന് വരുന്നത് 195. പിന്നെ ബ്ലോണ്ടർ പൗഡറിന് വരുന്നത് 75. അപ്പോൾ നമുക്ക് ഒരു മുടി കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് 400 ഉള്ളിൽ നമുക്ക് കാര്യം കഴിയും. നമ്മൾ ഇത്ര ലെങ്ത്തിന് പോലും എത്ര കാശ് കൊടുക്കണം എന്നുള്ളത് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ മിക്സ് ചെയ്യാൻ ഒരു ബ്രഷ് എന്തായിട്ടും വേണം. സോ ദിസ് ഈസ് മൈ ബിഫോർ ലുക്ക്. വേണ്ടോ ഇനി കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറ കേട്ടോ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലീച്ചിങ് ആണ്. ഞാനിവിടെ ഹെയർ ഷാമ്പു വാഷ് ഒക്കെ ചെയ്താണ്, കണ്ടീഷണറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ടാങ്കിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ മൂക്കിലേക്കൊന്നും വലിച്ചു കയറ്റാണ്ട് നിൽക്കട്ടെ. ആദ്യം തന്നെ നമുക്ക് ബ്ലോണ്ടർ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേ വേണ്ട. അപ്പം ഞാൻ ഈ ബ്ലോണ്ടർ പൗഡർ ഇതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്ലോണ്ടർ പൗഡർ ഇത്രയേ ഉള്ളൂ. ഒരു പാക്കറ്റിൽ വരുന്ന ഈ ഒരു പാത്രത്തിൻ്റെ ഹാഫ് പോർഷൻ വരുന്നുണ്ട്. ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബ്ലോണ്ടർ പൗഡറും ഡെവലപ്പറും എടുക്കേണ്ടത് ഒരു 1:2 റേഷ്യോയിലാണ്. അപ്പോൾ നമ്മൾ ബ്ലോണ്ടർ പൗഡർ ഈ ഹാഫല്ലേ എടുത്തത്. അപ്പം ഈ ഡെവലപ്പർ നമുക്ക് ഫുള്ളായിട്ട് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഡെവലപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
പിന്നെ ഈ ബ്ലീച്ച് ചെയ്തുകൊണ്ട് കളർ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കളറ് നമുക്ക് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ ചെയ്യുന്ന കളർ നന്നായിട്ട് ഹെയറിൽ പിടിക്കുകയും ചെയ്യും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഹെയർ ആദ്യം തന്നെ ഇങ്ങനെ 2 വശത്തേക്കുമായിട്ട് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലൗസ് ഇട്ട് കൊടുക്കാം. ഈ ഗ്ലൗസിൻ്റെ കോലം കണ്ട് നിങ്ങൾ പേടിക്കണ്ട. സ്ഥിരമായിട്ട് കളർ ചെയ്യുമ്പോൾ ഇടുന്നതിനോണ്ടാണ് ഈ ഒരു കുഴപ്പം. ഇനി ഇത് കൈകൊണ്ട് തന്നെയാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിങ്ങനെ അറഞ്ചം പുറഞ്ചാണ് ചെയ്യുന്നത്. എനിക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഹെയറിൽ ടോട്ടൽ ഒരു ബ്രൗൺ ടിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ഭാഗത്തും ഇങ്ങനെ ഈവനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം സ്കിന്നിലും സ്കാൽപ്പിലും ഒന്നും ആവാതെ നോക്കണം. അപ്പോൾ ഞാൻ മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഹെയർ മൊത്തമായിട്ട് എടുത്തിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇനി ഇതൊരു 1/2 hour വരെ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കളറിങ് ആണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെവലപ്പർ ഞാൻ ഇവിടെ മൊത്തം എടുക്കുന്നുണ്ട്. 1:1 റേഷ്യോയിലാണ് ഡെവലപ്പറും കളറിൻ്റെ കൂടെ എടുക്കേണ്ടത്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഡെവലപ്പർ എത്ര എടുത്തോ അതേ അളവിൽ ഈ കളർ രണ്ടും കൂടെ എടുക്കുന്നുണ്ട്. ഇതാ ഞാൻ ഏകദേശം അത് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡെവലപ്പറായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിത് മൊത്തത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ സ്മെല്ലാണ് അൺസൈക്കബിൾ. സ്മെല്ല് സഹിക്കാൻ പറ്റാത്തൊരു മാസ്ക് ഇട്ടിട്ടൊക്കെ ചെയ്തോളൂ. അപ്പം ഞാനിതാ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഹെയറിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്തിന് ഇത്രയൊരു ക്വാണ്ടിറ്റി മതി. നിങ്ങളെ ഹെയറിൻ്റെ ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അതിലും കുറച്ചും കൂടെ കൂടുതൽ എടുക്കണം. ഇനി ഇത് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ ഓരോ സ്റ്റാൻഡ്സ് ആയിട്ട് എടുത്തൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വേറൊരാളെ ഹെൽപ്പ് വേണ്ടി വരിക. ഇത് നമുക്ക് തനിയെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ ഭാഗത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഷോളൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ മൊത്തമായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഹെയർ ഒരു മൈൽഡ് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടീഷണറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആഫ്റ്റർ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.